എന്നെ മോളിൽ നിന്നൊരു ചൂണ്ടക്കാരൻ ചൂണ്ടയിൽ കൊരുത്തി ഇങ്ങോട്ട് ഇട്ടതാ കൊറേ മീനോളെ പിടിക്കാൻ വേണ്ടി. എന്തായാലും നീ വേം വാ. ഞാൻ വരുന്നില്ല. എന്നീ കടലിന്റെ അടിയെന്നേ വേറെ എങ്ങടേക്കും കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ ചാളക്കുട്ടി. ചാളക്കുട്ടിയാ? അല്ല, ചൂരക്കുട്ടി. ചൂരക്കുട്ടിയാ? പിന്നെ നീ ഏതിനത്തിൽ പെട്ടതാണ്? ഞാൻ മത്സ്യകന്യകയാണ് മാമാ. ഞാൻ ഈ കടലിന്റെ അടിത്തട്ടിലെ രാജകുമാരിയാണ്. അയ്യോ, രാജകുമാരിയായിരുന്നോ? അല്ല, എന്നിട്ട് ഭടന്മാരൊക്കെ എന്തേ? അയ്യോ അത് കടലിൽ ചാകര വന്നപ്പാ ആ വഴി അങ്ങ് പോയി. കുറച്ചു പേരിനെ വിഴുങ്ങാൻ കടപ്പുറത്ത് കാണാം, എന്ന് നോക്ക്. അല്ല, അപ്പൊ രാജകുമാരുടെ അച്ഛനും അമ്മയൊക്കെ എവിടെ? ഓ, അച്ഛനെ പറ്റി ചോദിക്കപ്പോ ഇത്രയും ചിരിക്കാനാണെങ്കിൽ അച്ഛൻ വലിയൊരു കോമഡി ആർട്ടിസ്റ്റ് ആയി. കുറഞ്ഞതോ? ഇത് മൊത്തം കടൽ വെള്ളമല്ല, എന്റെ കണ്ണീരാണ്, കണ്ണീര്. അച്ഛനെ പറ്റിയൊന്നും പറഞ്ഞില്ല. ആ, അച്ഛനും ഒന്നും പറഞ്ഞില്ല. ഞങ്ങളോട് പറയാണ്ട് അച്ഛൻ എങ്ങോട്ടോ പോയി. അപ്പൊ അമ്മ അച്ഛൻ പോയതിന്റെ വിഷമത്തിൽ വിസ എടുത്ത് അറബിക്കടലിലേക്ക് ഇപ്പൊ ഒരു അറബി മീനിന്റെ വീട്ടിൽ വേലക്ക് നിക്കുക. പാവം എന്റെ അമ്മ. വേണ്ട, ചുമക്കണ്ട. ചുമച്ചതല്ല, കരഞ്ഞതാ. ഇപ്പൊ ചുമക്കാനും സമ്മതിക്കൂല, കരയാനും സമ്മതിക്കൂല. പോട്ടെ. അയ്യോ പോലെ, ഞാൻ കഥ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. ബാക്കിയുള്ള കഥകള് നമുക്ക് വേണമെങ്കിൽ കൊട്ടാരത്തിലെ സംസാരിക്കാം. അപ്പൊ സ്വന്തമായി കൊട്ടാരൊക്കെ ഉണ്ടോ? ആ, ദോണ്ട അങ്ങറ്റത്ത് ആ തൊണ്ട് കമത്തി വെച്ചണില്ലേ, അത് തന്നെ എന്റെ കൊട്ടാരം. ഞാൻ മീനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ആക്രാന്തം പെടാല്ലേ, ഞാൻ കൊണ്ടുവരാം. ഒന്ന് ക്ഷമിക്ക്. ശരി. ഇതെന്തോ ഒറ്റക്കൊന്നും സംസാരിക്കാൻ വട്ടാ? വട്ടായോണ്ടല്ല, മോളിൽ നിന്ന് ചൂണ്ടക്കാരൻ ചോദിക്കുക കൊറേ നേരമായില്ല പുഴുവായിട്ട് എന്ന് തീറിട്ട് മീനെ പിടിക്കാത്തന്ന്. നീ വേം വാ. ഞാനൊന്നും വരത്തില്ല. വരൂലേ? വരൂല. ഈ മീനിനെ, ഈ പുഴുവിനെ ഭയങ്കര ഇഷ്ടമായി.